തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉന്നതർ വരുന്നു. മത്സരിക്കാൻ സന്നദ്ധ അറിയിച്ച് 4 ഏരിയ സെക്രട്ടറിമാർ രംഗത്തെത്തി. കെ ശ്രീകുമാർ, വഞ്ചിയൂർ ബാബു, RP ശിവജി, ജയിൽ കുമാർ എന്നിവരാണ് മത്സരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചത്. ഭരണം കിട്ടിയാൽ മേയറാകാൻ സാധ്യതയുള്ളത് കൊണ്ടുകൂടിയാണ് നേതാക്കൾ മത്സരിക്കാൻ രംഗത്തിപ്പോൾ എത്തുന്നത്. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ് റഹീസ്. തിരുവനന്തപുരത്ത് ശബരിനാഥനെ മുൻനിർത്തി കളം പിടിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. CPM-ഉം മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കുന്നു. നേരത്തെ സമ്പത്തിന്റെ പേരൊക്കെ കേട്ടു. ഇപ്പോൾ 4 ഏരിയ സെക്രട്ടറിമാരും ഈ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ തയ്യാറാണ് എന്നറിയിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊന്നും അവർക്ക് ആവശ്യമില്ല. ഈ മേയറാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൂടിയാണോ ഈ നീക്കം? അരുൺ, 4 ഏരിയ സെക്രട്ടറിമാർ, 3 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ 7 ഉന്നതരാണ് CPIM-നെ പ്രതിനിധീകരിച്ച് ഈ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ പാർട്ടി നേതൃത്വത്തെ താല്പര്യം അറിയിച്ചത്. അതിൽ 3 ഏരിയ സെക്രട്ടറിമാർ എന്ന് പറയുമ്പോൾ വിളപ്പിൽ ഏരിയ സെക്രട്ടറി ശിവജി ഉണ്ട്, പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു ഉണ്ട്, വഞ്ചൂർ ഏരിയ സെക്രട്ടറി കെ ശ്രീകുമാർ ഉണ്ട്, ഒപ്പം മറ്റൊരു ചാല ഏരിയ സെക്രട്ടറി ജയിൽ കുമാർ ഉണ്ട്. ഇതിനകത്ത് പാളയം വഞ്ചൂർ ഏരിയ സെക്രട്ടറിയായ കെ ശ്രീകുമാർ മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി കുറച്ചു കാലം ഇരുന്ന ആൾ കൂടിയാണ്. ഇതുവരെ CPIM മേയർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ആര് എന്നതിൽ ഒരു അന്തിമ തീരുമാനം എത്തിയിട്ടില്ല. പല പേരുകൾ ചർച്ചയിലുണ്ട്. അതിൽ ജില്ലാ കമ്മിറ്റി അംഗമായ SP ദീപകിന്റെ പേരിനാണ് പ്രഥമ പരിഗണന. ദീപക് തന്നെ മുൻ യുവജനക്ഷേമ ബോർഡിന്റെ ചെയർമാനും ഒപ്പം DYFIയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ദീപക് വരാനാണ് സാധ്യത. എങ്കിൽ പോലും ഒരു അന്തിമ തീരുമാനം എത്താത്ത പശ്ചാത്തലത്തിൽ പ്രമുഖരായ 4 ഏരിയ സെക്രട്ടറിമാർ, ഈ ഏരിയ സെക്രട്ടറിമാരിൽ ഒരാൾ മേയറായിരുന്നു, ബാക്കിയുള്ള 2 പേർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ദീർഘകാലം കോർപ്പറേഷനിൽ ഇരുന്ന ആളുകളാണ്. അതുകൊണ്ട് മേയർ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഈ 4 പേരും പാർട്ടി നേതൃത്വത്തോട് മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചത്. പക്ഷെ പാർട്ടി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഇന്നലെ പാർട്ടി ഒരു യോഗം ചേർന്നിരുന്നു. ഇന്ന് ചില യോഗങ്ങൾ നടക്കുന്നുണ്ട്. നാളെ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി യോഗവും വിളിച്ചിട്ടുണ്ട്. അതിലായിരിക്കും ഏരിയ സെക്രട്ടറിമാരിൽ ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ മത്സരിക്കേണ്ട എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും ശബരിനാഥിനെ മുന്നിൽ നിർത്തി UDF പട നയിക്കുമ്പോൾ 7 പ്രധാനപ്പെട്ട നേതാക്കൾ ഞങ്ങൾ മുന്നിലേക്ക് വരാം എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. അരുൺകുമാർ, താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.